ഹലോ, നമ്മൾ ലെക്ചർ 14ൻ്റെ അകത്ത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്ററിനെ പറ്റിയാണ് നോക്കുന്നത്. ഓക്കെ, ചാർജിങ് ഓഫ് കപ്പാസിറ്റർ. ചാർജിങ് ഓഫ് കപ്പാസിറ്ററിൻ്റെ അകത്ത് ഇനീഷ്യലി നമ്മളൊരു കപ്പാസിറ്റർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഈ കപ്പാസിറ്ററിനെ കൺസിഡർ ചെയ്യുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ അകത്ത് ഒരു ചാർജ് പോലും സ്റ്റോർഡ് അല്ല. ഓക്കെ, അപ്പം ഈ കപ്പാസിറ്റർ കൊണ്ടുവന്ന് ഈ സർക്യൂട്ടിൻ്റെ അകത്ത് കണക്ട് ചെയ്തു. RC സർക്യൂട്ടാണേ. അപ്പം T<0 സ്വിച്ച് എന്താണ്? സ്വിച്ച് ഈസ് ഓപ്പൺ. വെൻ T=0 അല്ലെങ്കിൽ T>0 സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ എന്താവും? സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ? കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമേ ഇനീഷ്യലി എന്താണ്? ഇനീഷ്യലി നമ്മുടെ കപ്പാസിറ്ററിൻ്റെ അകത്ത് ഒരു ചാർജ് പോലും പ്രസൻ്റ് അല്ല. അപ്പോൾ ചാർജ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ കറണ്ട് ഇങ്ങനെ അങ്ങ് കടന്നു പോകും. ഓക്കെ, ചാർജ് ഒന്നും ഇല്ലാത്ത കേസിൽ വോൾട്ടേജ് വിൽ ബി 0 ഇനീഷ്യലി. അപ്പം മാക്സിമം കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ അകത്ത് ചാർജ് ഒന്നുമില്ല. അപ്പം നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? വെൻ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് at switch is closed at T=0. Switch is closed at T=0 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചാർജ് എന്താണ്? Q എന്താണ്? 0 ആണ്. V എന്താണ്? Vയും 0 ആണ്. V എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ അല്ലേ? വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് 0. Qവും 0 ആണ്, Vയും 0 ആണ്. അപ്പോൾ നമ്മുടെ കറണ്ട് ഈസ് മാക്സിമം, I ഈസ് മാക്സിമം. I എന്താണ്? I വിൽ ബി ഈക്വൽ ടു V/R ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇത്. കറണ്ട് എന്താണ്? കറണ്ട് ഇനിഷ്യൽ സ്റ്റേജിൽ കറണ്ട് മാക്സിമം ആണ്, വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ I0. എന്നിട്ട് ഇനി ഡ്യൂറിങ് ചാർജിങ് അപ്പം നമുക്ക് കുറേശ്ശെ ചാർജ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? നമുക്ക് ഇനീഷ്യൽ കേസ് കഴിഞ്ഞിട്ട് നമുക്ക് വോൾട്ടേജ് എന്താണ്? കപ്പാസിറ്റർ വിൽ നോട്ട് അലോ ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ച് ഇൻ വോൾട്ടേജ്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ചാർജസ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഡ്യൂറിങ് ചാർജിങ് സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കുറേശ്ശെ ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുലയാണ് Q = ക്യാപിറ്റൽ Q × 1 - e⁻t/RC. Q = Q × 1 - e⁻t/RC. RC എന്താണ്? RC = 2, which is the time constant. So we can represent small q = capital Q × 1 - e⁻t/2. ഓക്കെ, ഇതുപോലെ തന്നെ വോൾട്ടേജിൻ്റെ ഇക്വേഷനും സെയിം ആയിരിക്കും. അപ്പം ഗ്രാജുവലി ആണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ വരുന്നത് അല്ലേ? ഗ്രാജുവലിയേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വരത്തുള്ളൂ. കപ്പാസിറ്ററിന് അക്രോസ് ഒരു പ്ലേറ്റ് നിറച്ച് പോസിറ്റീവ് ചാർജും ഒരു പ്ലേറ്റ് നിറച്ച് നെഗറ്റീവ് ചാർജും വരുമ്പോഴാണ് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോർമുലയും സെയിം ആണ്. വോൾട്ടേജിൻ്റെ ഫോർമുലയും സെയിം ആണ്. V വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ V × 1 - e⁻t/2. അപ്പം കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? കപ്പാസിറ്ററിൻ്റെ അകത്ത് ചാർജ് സ്റ്റോർ ചെയ്യുന്നത് കുറേശ്ശെ ഗ്രാജുവലി എക്സ്പൊണൻഷ്യലി ചാർജ് സ്റ്റോർ ചെയ്യും. അങ്ങനെ എക്സ്പൊണൻഷ്യലി ചാർജ് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വോൾട്ടേജും എന്താവും? വോൾട്ടേജും എക്സ്പൊണൻഷ്യലി ആണ് ഗ്രോ ചെയ്യുന്നത്. സോ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന ലോ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ലോ ആണ്. ഇനി when T = 2, T എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റൻറ്റ് τ ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ T = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ Q വിൽ ബി ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ Q × 1 - e⁻t/t അല്ലേ? വിച്ച് വിൽ ബി Q വിൽ ബി ഈക്വൽ ടു Q × 1 - e⁻1. ഇത് നമ്മൾ ചെയ്യുമ്പോൾ Q you will get it as 0.637 ക്യാപിറ്റൽ Q. അതായത് വെൻ T = 2 ആകുമ്പം നമ്മുടെ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് വിൽ ബി 63.7% ഓഫ് ദ ഫുൾ ചാർജ്.
ക്യാപിറ്റൽ ക്യൂ എന്താണ്? ഫുൾ ചാർജ് ആണ് അല്ലേ? അപ്പോൾ 63.7% ഓഫ് ദ ഫുൾ ചാർജ് ആണ് വെൻ ടി ഈക്വൽ ടു 2. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? വി വിൽ ബി ഓൾസോ 0.637 ക്യാപിറ്റൽ വി. ഇനി മാക്സിമം ചാർജ് സ്റ്റോർ ചെയ്യുന്നത് maximum charge is stored when t equal to 5 maximum charge is stored when t equal to 5. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ഇൻ ഫിഗർ ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഇസ്. അപ്പോൾ എന്താണ്? ഇനിഷ്യൽ സ്റ്റേജിൽ പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പം കപ്പാസിറ്ററിന് അക്രോസ് വല്ല വോൾട്ടേജും വരുന്നുണ്ടോ? കപ്പാസിറ്ററിന് അക്രോസ് വോൾട്ടേജും 0 ആയിരിക്കും, ചാർജും 0 ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കും അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? തേർഡ് വൺ. ഇവിടെ പ്രത്യേകം നോക്കണം, അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്. സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഈസ് 0. അടുത്ത ക്വസ്റ്റ്യൻ ദ ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. ടൈം കോൺസ്റ്റൻറ്റ് എന്താണ്? നമ്മുടെ ടൈം കോൺസ്റ്റൻറ്റിൻ്റെ ഫോർമുല ടോ ഈക്വൽ ടു ആർ സി ആണല്ലേ. What is R? R equal to 5 mega ohm, which is 5 into 10 raised to 6 into C is 1 microfarad, C into 10 raised to minus 6. So it is 5 seconds. Tau will be equal to 5 seconds. So fourth one. Third question, when switch S in figure is closed, the voltage across the capacitor will be 100 volt in about. 100 volt എന്ന് പറയുന്നത് എന്താണ്? 100 വോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. അതായത് ഇത് ഫുൾ വോൾട്ടേജ് ഈ കപ്പാസിറ്ററിന് അക്രോസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് വരിക എന്ന് അതിൻ്റെ അർത്ഥം. മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ മാക്സിമം ചാർജ് കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന ഏത് കണ്ടീഷനിലാണ്? വെൻ ടി ഈക്വൽ ടു 5 ടോ അല്ലേ? വെൻ ടി ഈക്വൽ ടു 5 ടോ ആണ്. വെൻ ടി ഈക്വൽ ടു 5 ടോ ആകുമ്പോഴാണ് മാക്സിമം ചാർജും മാക്സിമം വോൾട്ടേജും കപ്പാസിറ്ററിന് അക്രോസ് വരുന്നത്. അപ്പം ടോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 5 സെക്കൻഡ്സ്. അപ്പോൾ ടി ഈക്വൽ ടു എന്തായിരിക്കും? 5 ഇൻറ്റു ടോ ഈസ് 5 സെക്കൻഡ്സ്. സോ ഇറ്റ് വിൽ ബി 25 സെക്കൻഡ്സ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്താണ്. സോ നമ്മുടെ ആൻസർ 25 സെക്കൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദർ ആർ നോ റെസിസ്റ്റേഴ്സ് ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ദ ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദ സർക്യൂട്ട് വിൽ ബി. ടൈം കോൺസ്റ്റൻറ്റിൻ്റെ ഫോർമുല എന്താണ്? ടോ ഈക്വൽ ടു ആർ സി ആണ്. ഇഫ് ദർ ഇസ് നോ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്, റെസിസ്റ്റൻസ് സർക്യൂട്ടിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ടൈം കോൺസ്റ്റൻറ്റ് എന്താവുള്ളൂ? 0 ആവത്തില്ലേ അല്ലേ? സോ ദ ആൻസർ വിൽ ബി 0. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, when the switch S in figure is closed, the rate of rise of voltage across the capacitor is. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ്. ഈ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? dV/dt ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. യൂണിറ്റ് നോക്ക്, വോൾട്ട് പെർ സെക്കൻഡ്. അപ്പം dV/dt ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് ദിസ് ഈസ് അവർ ഫിഗർ. അപ്പം നമുക്കറിയാം ഡ്യൂറിങ് ചാർജിങ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? സ്മോൾ വി ഈക്വൽ ടു ക്യാപിറ്റൽ വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ആണ് അല്ലേ? സോ വെൻ വി ഓപ്പൺ ദ ബ്രാക്കറ്റ് ഇറ്റ് വിൽ ബി വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് വി മൈനസ് വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഡി വി ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ഇസ് 0 minus v into derivative of a exponential is that itself into പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ്. സോ ഇറ്റ് വിൽ ബി -1 by RC. So dV by dt will be equal to v by RC into e raised to minus t by RC. ഇനി
നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്. സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കണ്ടീഷൻ അല്ലേ. ഇനീഷ്യലി എന്താണ്, നമ്മുടെ ടി വിൽ ബി ഈക്വൽ ടു 0, ടൈം കോൺസ്റ്റൻറ്റ് അല്ല, ടൈം വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ എന്തായി, ഇ റേസ് ടു 0 ആയി. വാട്ട് ഈസ് ഇ റേസ് ടു 0? ഇ റേസ് ടു 0 ഈസ് ഓൾവേസ് 1. സോ വി ക്യാൻ റൈറ്റ് ഡി വി ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു വി ബൈ ആർ സി. ഓക്കെ. സോ ഇനി നമുക്ക് വി എന്താണ്, വി ഈസ് ഗിവൺ ആസ് 100 വോൾട്ട്. 5 അല്ല 6 അറിയാം, R is 5 mega ohm and C is 1 microfarad. So when we substitute, dV by dt will be equal to 100 divided by 5 into 10 raised to plus 6 into 1 into 10 raised to minus 6. So our answer will be 20. 5 2s are 10 അല്ലേ, 20 volt per second. നമ്മുടെ ആൻസർ എന്താണ്, 20 volt per second. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ നമ്മുടെ ഫിഗറിന് ബേസ് ചെയ്തല്ല, വേറെ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ആർ സി സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ടു എ 300 വോൾട്ട് ഡി സി സോഴ്സ്. ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആഫ്റ്റർ 1 ടൈം കോൺസ്റ്റൻറ്റ് ഈസ്. അപ്പോൾ നമുക്കറിയാം വി ഈക്വൽ ടു എന്താണ്, 63% ഓഫ് ക്യാപിറ്റൽ വൈ വെൻ ടി ഈക്വൽ ടു ടോ. അതുപോലെ തന്നെ ക്യൂ വിൽ ബി ഈക്വൽ ടു 63% ഓഫ് ക്യാപിറ്റൽ ക്യൂ വെൻ ടി ഈക്വൽ ടു ടോ. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ മതി അല്ലേ. ഇത് രണ്ടും എന്താണ്, ചാർജിങ്ങിൻ്റെ കേസിലെ ഇക്വേഷനാണ്. സ്മോൾ വി വിൽ ബി ഈക്വൽ ടു, അപ്പോൾ 0.63 ഓഫ് ക്യാപിറ്റൽ വി, 0.63 ഓഫ് ക്യാപിറ്റൽ വി വി ആർ ഗിവൺ 300 വോൾട്ട്. സോ ഇറ്റ് ഈസ് 300 ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് 189 വോൾട്ട്. സോ അപ്രോക്സിമേറ്റ്ലി 189.6 വരും ആൻസർ. ഓക്കെ. ഏഴാമത്തെ ചോദ്യം, ദ ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ത്രൂ എ റെസിസ്റ്റർ ഫോളോസ്. ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ആവട്ടെ, ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ആവട്ടെ, രണ്ട് ഏത് ലോയിനെയാണ് ഫോളോ ചെയ്യുന്നത്, എക്സ്പോണൻഷ്യൽ ലോയിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറയുമ്പം ആദ്യമേ എന്താണ്, നമ്മുടെ ആ വോൾട്ടേജ് സോഴ്സിനെ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ ബാക്കി സർക്യൂട്ട്, ആറും സിയും ഉള്ള സർക്യൂട്ട്, വെൻ സ്വിച്ച് ഈസ് ഓപ്പൺ, സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പം കറണ്ട് വല്ലതും ഫ്ലോ നടക്കുമോ? ഒരു കറണ്ട് ഫ്ലോയും ഇല്ല. സോ കറണ്ട് വിൽ ബി 0. അതായത് സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പോഴത്തേക്കും കറണ്ട് 0 ആയിരിക്കും. അന്നേരം ഇത് ഫുള്ളി ചാർജ്ഡ് ആണ് അല്ലേ, ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണ്. അപ്പം അതിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും, ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കും V ഈക്വൽ ടു Q ബൈ സി. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് Q ബൈ സി ആയിരിക്കും. പക്ഷേ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജോ, എപ്പോഴും കറണ്ട് ഫ്ലോ നടക്കുമ്പോഴാണ് റെസിസ്റ്ററിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നത്. അപ്പം സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വിൽ ബി 0. പക്ഷേ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വിൽ ബി Q ബൈ സി. ഇനി വെൻ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്, സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ കപ്പാസിറ്ററിൽ നിന്ന് റെസിസ്റ്റർ വഴി ചാർജസ് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും അല്ലേ. കപ്പാസിറ്ററിൽ നിന്ന് ചാർജസ് റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതിൻ്റെ ഫോർമുല സ്മോൾ ക്യൂ വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇതിൻ്റെ ഡെറിവേഷനിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ക്യൂ വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡി കെ ഉണ്ടാവുമല്ലോ, വോൾട്ടേജ് റെഡ്യൂസ്ഡ് ആവും. ദാറ്റ് വിൽ ബി വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. അപ്പോൾ എന്താണ്, കറണ്ടും അതിനനുസരിച്ച് ഗ്രാജുവലി ഡിക്രീസ് ആവും. ഓക്കെ. സോ അതിൻ്റെ ഗ്രാഫാണ്. വോൾട്ടേജ് എന്താണ്, വോൾട്ടേജും അതുപോലെ തന്നെ ചാർജ് ക്യൂവും എക്സ്പോണൻഷ്യലി ഡിക്കേ ചെയ്യും. വെൻ ടി ഈക്വൽ ടു ടോ ആകുമ്പോഴത്തേക്കും ഡിക്കേജ് വിൽ ബി 0.37 ക്യൂ 0.37 വി 0.37 വി. അതായത് 37% വോൾട്ടേജ് എത്തുമ്പോഴാണ് വോൾട്ടേജ് എത്തും വെൻ ടി ഈക്വൽ ടു ടോ. ഇവിടെ അത് തന്നെ ആയിരിക്കും. ഡിസ്ചാർജിങ് വെൻ ടി ഈക്വൽ ടു ടോ ആകുമ്പോഴത്തേക്കും കറണ്ടിൻ്റെ ഡിസ്ചാർജിങ് വിൽ ബി 63%. ഇനി ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ,
A capacitor of 0.1 microfarad is charged and then discharged through a 10 mega ohm resistor. The time in which the capacitor loses half of its potential. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ടൈം അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് ടി ആണ്. വെൻ കപ്പാസിറ്റർ ലൂസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ. അതായത് പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യം പറഞ്ഞേക്കുന്നത്. ഇൻ വിച്ച് കേസ്? ഡിസ്ചാർജിങ് കേസിൽ. So our formula will be small v will be equal to capital V into e raised to minus t by RC. അല്ലേ? ഇവിടെ എന്താണ്? വോൾട്ടേജ് ഹാഫ് ആകുമ്പോൾ ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ വി ഈക്വൽ ടു ക്യാപിറ്റൽ വി ബൈ ടു അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് വി ബൈ ടു ഈക്വൽ ടു വി ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. സോ ഇറ്റ് വിൽ ബി 1 by 2. So it will be 1 by 2 equal to e raised to minus t by RC. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ എക്സ്പൊണൻഷ്യലിലെ നെഗറ്റീവ് വാല്യൂ പോകത്തില്ലേ? സോ 2 വിൽ ബി ഈക്വൽ ടു ഇ റേസ് ടു ടി ബൈ ആർ സി. ഇനി എപ്പോഴും നമുക്ക് എക്സ്പൊണൻഷ്യൽ ഉണ്ടെങ്കിൽ ആ എക്സ്പൊണൻഷ്യൽ കളയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ബോത്ത് സൈഡിൽ നമ്മൾ ലോഗ് ഇട്ടാൽ മതി അല്ലേ? സോ ലോഗ് 2 വിൽ ബി ഈക്വൽ ടു ലോഗ് ഇ റേസ് ടു ടി ബൈ ആർ സി. അപ്പം ലോഗും എക്സ്പൊണൻഷ്യലും കൂടെ ക്യാൻസലായിട്ട് ലോഗ് 2 ഈക്വൽ ടു ടി ബൈ ആർ സി എന്ന് വരും. വെയർ ടി ഈക്വൽ ടു ആർ സി ലോൺ 2. ഓക്കെ, ആറിൻ്റെ വാല്യൂം സീൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. ആർ എത്രയാണ്? 10 മെഗാ ഓം. സോ 10 ഇൻറ്റു 10 റേസ് ടു 6 ഇൻറ്റു കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഇസ് 0.1. സോ 0.1 ഇൻറ്റു 10 raised to minus 6. Ln 2 തന്നിട്ടുണ്ട്. Ln 2 is 0.693. So 0.693 പ്ലസ് 6ഉം മൈനസ് 6ഉം പോവും. 10ഉം 0.1ഉം കൂടെ പോയിട്ട് ഒരു ആൻസർ വിൽ ബി 0.693 സെക്കൻഡ്സ്. നമുക്ക് പി എസ് സിയുടെ ചോദ്യങ്ങളാണെങ്കിൽ, കേരള പി എസ് സിയുടെ ആണെങ്കിൽ നമുക്ക് ലോൺ വാല്യൂ തന്നാലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗേറ്റൊക്കെ ആണെങ്കിൽ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. ലോൺ വാല്യൂ തരാതെ ഈ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ അവരെന്താണെങ്കിലും പിന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും കേട്ടോ. സോ 0.693 സെക്കൻഡ്. മൂന്നാമത്തെയാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. എ കപ്പാസിറ്റർ ഓഫ് 0.25 മൈക്രോഫാരഡ് ചാർജ്ഡ് ടു എ സർട്ടൺ പൊട്ടൻഷ്യൽ ഈസ് ഡിസ്ചാർജ്ഡ് ത്രൂ 40 മെഗാ ഓം റെസിസ്റ്റർ. ടൈം ടേക്കൺ ബൈ ദ 1/3 ചാർജ് ടു എസ്കേപ്പ് ഈസ്. നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടുന്നത്? ഇവിടെയും ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ആരെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ? ചാർജിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ. എന്താണ്? ഡിസ്ചാർജിങ് ആണ് അല്ലേ? ഡിസ്ചാർജിങ്ങിൽ ചാർജിൻ്റെ ഫോർമുല. സോ സ്മോൾ ക്യൂ വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. അപ്പോൾ നമ്മൾ ടൈം കണ്ടുപിടിക്കണം. ടൈം ടേക്കൺ ബൈ ദ 1/3 ചാർജ് ടു എസ്കേപ്പ്. അപ്പം നമ്മുടെക്ക് ഇപ്പോൾ ഫുള്ളായിട്ട് ഇത്രയും ചാർജസ് ഉണ്ടെങ്കിൽ, ഇത്രയും ചാർജ് ഉണ്ടെങ്കിൽ ഈ ചാർജിനെ നമ്മൾ 3ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 1/3 ചാർജ് എസ്കേപ്പ് ചെയ്തു. ഇത് ഫുള്ളിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 1 2 3. അപ്പോൾ 1/3 ചാർജ് എസ്കേപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ സർക്യൂട്ടിൽ ബാക്കി 2/3 ചാർജാണ് കിടക്കുന്നത്. ഈ എസ്കേപ്പ് ചെയ്ത ചാർജിൻ്റെ ഫോർമുലയ്ക്ക് പകരം നമ്മൾ ഈ ഫോർമുലയല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർജിൻ്റെ ഫോർമുലയായ ക്യൂ ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ ടൈം കണ്ടുപിടിക്കുമ്പം ചാർജ് ശരിക്കും പറഞ്ഞാൽ ആ സർക്യൂട്ടിൽ 2/3 ചാർജാണ്. ഫുൾ ചാർജിൻ്റെ 2/3 ചാർജാണ് ഉള്ളത്. ഒരിക്കലും 1/3 ഇടരുത്. അവിടെ നമുക്ക് എപ്പോഴും തെറ്റിപ്പോവും. 1/3 ഇടരുത്. റൈറ്റ് ഇറ്റ് ആസ് 2/3. കാരണം എന്താണ്? സർക്യൂട്ടിൽ 2/3 ചാർജസ് ഉണ്ട്. എസ്കേപ്പ് ചെയ്തത് 1/3 ആണ്. ഓക്കെ, സോ വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് 2q/3 ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. അപ്പം ക്യൂവും ക്യാൻസലാവും. പിന്നെ നെഗറ്റീവ് സൈൻ കളയാൻ വേണ്ടി ഇതിനെ തിരിച്ചിടും. സോ ഇറ്റ് ബിക്കംസ് 3/2 ഈക്വൽ ടു ഇ റേസ് ടു ടി ബൈ ആർ സി. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ലോൺ എടുക്കും അല്ലേ? ലോൺ 3/2 can be written as 1.5 equal to ln e raised to t by rc. ലോണും എക്സ്പോണൻഷ്യലും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് പോവും? എക്സ്പോണൻഷ്യൽ പോവും അല്ലേ? ലോണും എക്സ്പോണൻഷ്യലും കൂടെ വന്നു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ പോയിട്ട് ഇറ്റ് വിൽ ബി ടി ബൈ ആർ സി ഈക്വൽ ടു ലോൺ 1.5 ടി ഈക്വൽ ടു
ആർ സി ലോണിൻ്റെ വാല്യൂ എത്രയാണ്? 0.405. ആർ എത്രയാണ്? ആർ is 40 into 10 raised to 6 into സിയുടെ വാല്യൂ is 0.25 into 10 raised to minus 6 minus 6 into 0.405. So our value will be 40 into 25. ഇതും ക്യാൻസൽ ആവും. 40 into 4 into 25 100. 40 അപ്പോൾ 10 വരും. So T will be equal to 10 into 0.405. 0.405. So it will be 4.05 second. 4.05 second. So 4.1 second. So രണ്ടാമത്തെയാണ് ആൻസർ. ഇനി അടുത്ത ടോപ്പിക്ക് എനർജി സ്റ്റോർഡ് ഇൻ എ ചാർജ്ഡ് കപ്പാസിറ്റർ. ഓക്കെ, ഒരു ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പാസിറ്ററിനകത്ത് എത്രമാത്രം എനർജി സ്റ്റോർഡാണ്. അപ്പം എനർജി സ്റ്റോർഡിൻ്റെ ഫോർമുല എല്ലാവരും നമ്മൾ പഠിക്കുന്നത് എന്താണ്? എനർജി സ്റ്റോർഡ് U ഈക്വൽ ടു ഹാഫ് CV², അല്ലേ? എനർജിയുടെ യൂണിറ്റ് എന്താണ്? എനർജിയുടെ യൂണിറ്റ് ജൂൾസ് ആണ്. പിന്നെ നമുക്ക് ഗ്രാഫിൽ നിന്നും നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ് C is directly proportional to Q is directly proportional to V. അതായത് Q കൂടും തോറും Vയും കൂടും. ദാറ്റ് ഈസ് വൈ വി വിൽ ഗെറ്റിംഗ് Q ഈക്വൽ ടു CV. അപ്പം ഈ ഗ്രാഫിൻ്റെ ഏരിയ എടുത്താലും, അതായത് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ, ഈ ഗ്രാഫിൻ്റെ ഏരിയ എടുത്താലും നമുക്ക് കിട്ടുന്നത് എനർജി സ്റ്റോർഡാണ്. സോ ഈ ഗ്രാഫിൽ നിന്ന് ഇഫ് ദിസ് ഇസ് Q, ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ഉണ്ടല്ലോ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ്? ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡാണ്. സോ ഹാഫ് QV. രണ്ട് ഫോർമുലൈസ് സെയിം ആണ്. U ഈക്വൽ ടു ഹാഫ് CV², അല്ലെങ്കിൽ U ഈക്വൽ ടു ഹാഫ് QV. U ഈക്വൽ ടു ഹാഫ് QV അല്ലെങ്കിൽ U ഈക്വൽ ടു ഹാഫ് CV². ഇതിൻ്റെ അകത്ത് എനർജി സ്റ്റോർഡ് ഇൻ എ ചാർജ്ഡ് കപ്പാസിറ്ററും ഉണ്ട്, എനർജി ഡെൻസിറ്റി ഉണ്ട്. ഒരിക്കലും എനർജി ഡെൻസിറ്റിയും എനർജി സ്റ്റോർഡും ഒന്നല്ല. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് പെർ വോളിയമാണ്. എനർജി സ്റ്റോർഡ് പെർ വോളിയമാണ്. ചിലപ്പോൾ നമ്മുടെ അടുത്ത് എനർജി ഡെൻസിറ്റിയുടെ യൂണിറ്റ് ചോദിക്കാറുണ്ട്. എല്ലാവരും നമ്മൾ ജൂൾസ് എഴുതും. ഒരിക്കലും എനർജി ഡെൻസിറ്റിയുടെ യൂണിറ്റ് ജൂൾസ് അല്ല. എനർജി ഡെൻസിറ്റിയുടെ ഫോർമുല അതുപോലെ തന്നെ E വിൽ ബി ഈക്വൽ ടു ഹാഫ് എപ്സലോൺ E² ആണ്. U ഈക്വൽ ടു ഹാഫ് എപ്സലോൺ U² ആണ്. അതിൻ്റെ യൂണിറ്റ് ജൂൾസ് പെർ മീറ്റർ ക്യൂബാണ്. എനർജി ഡെൻസിറ്റിയുടെ യൂണിറ്റ് ജൂൾസ് പെർ മീറ്റർ ക്യൂബും അതിൻ്റെ ഫോർമുല ഹാഫ് എപ്സലോൺ E² ആണ്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് 9th ക്വസ്റ്റ്യൻ. എ 6 microfarad capacitor is so charged that the potential difference across its plates becomes 50 volt. The work done in the processes. വർക്ക് ഡൺ എന്ന് പറയുന്നത് എനർജി തന്നെയല്ലേ. സോ വി ക്യാൻ യൂസ് ദ സെയിം ഫോർമുല. U ഈക്വൽ ടു ഹാഫ് CV². ഹാഫ് C എന്ന് പറയുന്നത് 6 ഇൻറ്റു 10 raised to minus 6 ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് 50 ഇൻറ്റു 50. So we can write 3 into 5 5 25, 10 raised to minus 4 വരും. So it will be 75 into 10 raised to minus 4 can be written as 7.5 into 10 raised to minus 3 joules. 7.5 plus 3 ഉണ്ട്, minus 3 ഉണ്ട്. Answer is minus 3. Fourth one. ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Question number 10. A capacitor of 20 microfarad charged to 500 volt is connected in parallel with another capacitor of 10 microfarad capacitance charged to 200 volt. The loss of energy is. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യമേ നമുക്കൊരു കപ്പാസിറ്റർ ഉണ്ടല്ലേ. ആദ്യമേ വി ആർ ഹാവിങ് എ കപ്പാസിറ്റർ. 20 മൈക്രോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? 500 വോൾട്ടാണ് അല്ലേ. അപ്പോൾ അതിന് അക്രോസ് ഉള്ള ഇനീഷ്യൽ ചാർജ് എന്തായിരിക്കും? ഇനീഷ്യൽ എനർജി എന്തായിരിക്കും? ഹാഫ് CV². ലെറ്റ് ഇറ്റ് ബി C1 V1.
Okay, so it will be half into, see എത്ര ഇടൂ, 20 into 10 raised to minus 6 into 500 into 500. സോ എത്ര വരും? ഇത് ക്യാൻസലായിട്ട് 10 വരും. 10 25 1 2 3 4 5. അപ്പോൾ ഇത് 2.5 ജൂൾസ് വരും അല്ലേ? 2.5 ജൂൾസ് വരും. അതുപോലെ തന്നെ അടുത്ത കപ്പാസിറ്റർ, ഇത് ഫസ്റ്റ് കപ്പാസിറ്റർ, അടുത്ത കപ്പാസിറ്റർ ഉണ്ട് നമുക്ക് എത്രയാണ്? 10 മൈക്രോ ഫാരഡിൻ്റെ അടുത്ത കപ്പാസിറ്റർ ഉണ്ട്. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 200 വോൾട്ടാണ്. അപ്പം യു ഐ ഈക്വൽ ടു ഹാഫ് C2 V2 സ്ക്വയർ. സോ ഹാഫ് C2 എന്ന് പറഞ്ഞാൽ 10 into 10 raised to minus 6 into V2 square is 200 into 200. So 100 1 2 3 4 5. So 0.2 joules. So it is 0.2 joules. അപ്പോൾ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് UI1ഉം ഇത് UI2 വരുന്നോട്ടെ. സോ ഇറ്റ് വിൽ ബി 2.5 പ്ലസ് 0.2, ഇറ്റ് വിൽ ബി 0.7 ജൂൾസ്. ഇതെപ്പോഴാണ്? ഇത് ഞാൻ ഇൻഡിവിജ്വലി കപ്പാസിറ്റേഴ്സിനെ വെച്ചിട്ട് ആദ്യമേ അവർക്ക് അക്രോസ് ഉള്ള ചാർജ്ഡ് സ്റ്റോർ നോക്കുകയാണ്. ഓൾറെഡി ആ കപ്പാസിറ്റേഴ്സിൻ്റെ അകത്ത് ചാർജ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എനർജി സ്റ്റോർഡായ 0.25 ജൂൾസും 0.2 ജൂൾസുമാണ് ഓരോരുത്തർ ഇൻഡിവിജ്വലി ഇരിക്കുമ്പോൾ. ഇനി ഇവരെ നമ്മൾ പാരലലി കണക്ട് ചെയ്യുകയാണ്. ഈ രണ്ട് കപ്പാസിറ്ററിനെയും പാരലലി കണക്ട് ചെയ്തിട്ട് ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ്, ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. പാരലലി കണക്ട് ചെയ്യുമ്പോൾ ഇവരുടെ അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആയിരിക്കത്തില്ലേ? അപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇൻഡിവിജ്വലി ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന എനർജി സ്റ്റോർഡിൽ നിന്ന് പാരലലി കണക്ട് ചെയ്തപ്പോൾ ഉണ്ടായ എനർജി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രമാത്രം ലോസ് ഉണ്ടായെന്ന് മനസ്സിലാകത്തുള്ളൂ. സോ അപ്പം ഫസ്റ്റ് ചാർജിലോട്ട് വരുന്ന ഫസ്റ്റ് കപ്പാസിറ്ററിലോട്ട് വരുന്ന ചാർജ് Q1ഉം സെക്കൻഡ് കപ്പാസിറ്ററിലോട്ട് വരുന്ന ചാർജ് Q2 നമുക്ക് കണ്ടുപിടിക്കാം. സോ Q1 എന്തായിരിക്കും? Q1 ഈക്വൽ ടു Q ഈക്വൽ ടു CV അല്ലേ? C1 V1. Q1 ഈക്വൽ ടു C1 V1 20 into 10 raised to minus 6 into 500. So it will be 1 millicoulomb. So it will be 1 millicoulomb. Second Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2 V2, it will be C2 എത്ര? 10 into 10 raised to minus 6 into 200. So it will be 1 2 3. ഇത് 10 millicoulomb ആണ് അല്ലേ? 10 വരല്ല, 10 millicoulomb. ഇത് 2 millicoulomb. അപ്പം Q1 ചാർജ് ഇങ്ങോട്ടും Q2 ചാർജ് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇത് പാരലലി കണക്ട് ചെയ്യുമ്പോൾ ഇത് Q അല്ലേ? സോ Q വിൽ ബി ഈക്വൽ ടു Q1 പ്ലസ് Q2 വിച്ച് വിൽ ബി 10 പ്ലസ് 2 12 millicoulomb. അപ്പം ടോട്ടൽ ചാർജ് കിട്ടി. ഇനി ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഇനി വോൾട്ടേജ്, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന് അക്രോസ് ഉള്ള കപ്പാസിറ്റൻസ്. അപ്പോൾ രണ്ട് കപ്പാസിറ്റർ പാരലൽ കണക്ട് ചെയ്ത ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് എന്താണ്? C ഇക്വലൻ്റ് വിൽ ബി C1 പ്ലസ് C2 വിച്ച് വിൽ ബി ഈക്വൽ ടു 20 പ്ലസ് 10 വിച്ച് വിൽ ബി ഈക്വൽ ടു 30 മൈക്രോ ഫാരഡ്. അപ്പോൾ C ഇക്വലൻറ്റും ചാർജും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചൂടെ? സോ V വിൽ ബി ഈക്വൽ ടു Q ബൈ C. Q എത്രയാണ്? 12 millicoulomb divided by 30 microfarad which will be 12 into 10 raised to minus 3 by 30 into 10 raised to minus 6. അപ്പം വോൾട്ടേജ് എത്രയാണ്? 400 വോൾട്ടാണ്. അപ്പോൾ ഈ വോൾട്ടേജ് 400 ആണ്. ഇതിന് അക്രോസ് ഉള്ള ഇക്വലൻ്റ് കപ്പാസിറ്റൻസും കിട്ടിക്കഴിഞ്ഞാൽ ആ എനർജി സ്റ്റോർഡ് യു ഫൈനൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. യു ഫൈനൽ വിൽ ബി ഹാഫ് C ഇക്വലൻ്റ് capital V square. So it will be half C equivalent എത്രയാണ്? 30 into 10 raised to minus 6 into 400 into 400. അപ്പോൾ എത്ര കിട്ടും? 200. 2 4s are 8, 8 3s are 24. 24 1 2 3 4 5 into 10 raised to minus 1. So it will be 2.5 joules.
നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എനർജി ലോസ് ആണ് അല്ലേ. സോ എനർജി ലോസ് ഈക്വൽ ടു ഇനീഷ്യൽ ഉണ്ടായിരുന്ന എനർജി സ്റ്റോർഡ് മൈനസ് ഫൈനലിലുണ്ട് എനർജി സ്റ്റോർഡ്. സോ ഇനീഷ്യലി എനർജി സ്റ്റോർഡ് എത്ര ആയിരുന്നു? രണ്ടുപേരുടെയും കൂടെ 2.7 ആയിരുന്നു അല്ലേ. സോറി, ദിസ് ഇസ് 2.4. 2.7 minus 2.4 will be equal to 0.3 joules. 0.3 joules. So our answer is 0.3 joules. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് തീർക്കുകയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് EMT എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ബേസിക്സും കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാഗ്നറ്റിസം സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.